നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷേ നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കോ എപ്പോഴെങ്കിലും പ്രയോജനപ്പെട്ടേക്കാവുന്ന ഒരു നിയമ വിഷയത്തെക്കുറിച്ചാണ്. അതെ. ഒരു സ്വകാര്യ പരാതിയുമായി നമ്മൾ മജിസ്ട്രേറ്റ് കോടതിയിൽ പോകുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? പ്രത്യേകിച്ചും പോലീസ് നേരത്തെ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ശരിയാണ്. മജിസ്ട്രേറ്റ് ആ പോലീസ് റിപ്പോർട്ട് അതേപടി സ്വീകരിക്കുമോ അതോ സ്വന്തമായി കാര്യങ്ങൾ നോക്കുമോ? ഇതാണ് നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യുന്നത്. വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. ഇതിന് നമുക്ക് അടിസ്ഥാനം ഈ അടുത്തിടെ, അതായത് 2025 ഓഗസ്റ്റ് 20 കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് മുരളീകൃഷ്ണ എസ് പുറപ്പെടുവിച്ച ഒരു വിധിയാണ്. അതെ, CRPC സെക്ഷൻ 190മായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വിധിയാണത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ, ഈ മജിസ്ട്രേറ്റിന്റെ റോൾ എന്താണ്? എന്തിനാണ് ഈ സ്വതന്ത്രമായ വിലയിരുത്തൽ? പോലീസ് റിപ്പോർട്ട് പോരെ? അതാണ് നമ്മൾ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് ഇത് നിയമപരമായി വാഴവാണ്, സാധാരണക്കാർക്ക് ഇതിന്റെ പ്രയോജനം എന്താണ് എന്നൊക്കെ. ശരി, അപ്പം നമുക്ക് ആ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. എന്തായിരുന്നു ആ ഹൈക്കോടതി വിധിക്ക് കാരണമായ സാഹചര്യം? അത് ഒരു സ്വകാര്യ പരാതി. ഹർജിക്കാരൻ CRPC സെക്ഷൻ 190 വെച്ച് മജിസ്ട്രേറ്റിന് കൊടുത്തു. ഓക്കെ. മജിസ്ട്രേറ്റ് ഉത്തരവിറക്കി. പക്ഷെ അതൊരു ക്രിപ്റ്റിക് ഓർഡർ ആയിരുന്നു, അതായത് വലിയ വിശദാംശങ്ങളൊന്നും ഇല്ലാത്ത ഒന്ന്. പക്ഷേ അതിലെ പ്രധാന പ്രശ്നം അതല്ല. ആ ഉത്തരവിറക്കാൻ മജിസ്ട്രേറ്റ് ആശ്രയിച്ചത് എന്താണെന്നുള്ളതാണ്. എന്തായിരുന്നു അത്? പോലീസ് നേരത്തെ നടത്തിയ അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട്. അതിന് മാത്രമാണോ മജിസ്ട്രേറ്റ് പരിഗണിച്ചത്? ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതാണ് ഇതിലെ ഒരു പ്രധാന കാര്യം. അന്വേഷണ ഉദ്യോഗസ്ഥൻ ചില സാക്ഷ്യമൊഴികൾ രേഖപ്പെടുത്തി എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശരി. എന്നാൽ ആ പറഞ്ഞ ഒരു മൊഴി പോലും റിപ്പോർട്ടിന്റെ കൂടെ ഹാജരാക്കിയിട്ടില്ല. ആ സാക്ഷികൾ എന്ത് പറഞ്ഞു എന്നതിന് ഒരു രേഖയുമില്ല. ഓഹോ, അപ്പോ വെറും ഉദ്യോഗസ്ഥന്റെ നിഗമനം മാത്രം? അതെ, സ്വന്തം നിരീക്ഷണങ്ങൾ മാത്രം, തെളിവുകളുടെ പിൻബലമില്ലാതെ. എന്നിട്ടും മജിസ്ട്രേറ്റ് ആ റിപ്പോർട്ടിനെ ആശ്രയിച്ചു. അത് ഗൗരവമുള്ള കാര്യം തന്നെ. അപ്പൊ ഹൈക്കോടതി എന്തു പറഞ്ഞു? എന്തായിരുന്നു പ്രധാന കണ്ടെത്തല്? ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ ആ വാചകം ഏകദേശം പറയാം. ഒരു സ്വകാര്യ പരാതി പരിശോധിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെത്തിയ നിഗമനത്തെ മാത്രം ആശ്രയിച്ച് മജിസ്ട്രേറ്റിന് ഒരു പ്രാഥമിക കേസുണ്ട് എന്ന് സംതൃപ്തിയിലെത്താൻ കഴിയില്ല. ഓക്കെ, അപ്പൊ മജിസ്ട്രേറ്റ് സ്വന്തമായി ഒരു നിഗമനത്തിലെത്തണം. അതെ, അതാണ് പോയിന്റ്. സെക്ഷൻ 190 CRPC അനുസരിച്ച് മജിസ്ട്രേറ്റിന് കൊഗ്നിസൻസ് എടുക്കാൻ, അതായത് ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് ബോധ്യം വരാൻ അധികാരമുണ്ട്. ഈ കൊഗ്നിസൻസ് എടുക്കലെന്ന് പറഞ്ഞാൽ? അതൊരു വെറുമൊരു നടപടിയല്ല, ജുഡീഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് വേണം. അതായത് മജിസ്ട്രേറ്റ് സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ വിലയിരുത്തണം. പോലീസ് റിപ്പോർട്ട് അവിടെ പരിഗണിക്കില്ലേ? പരിഗണിക്കാം, പക്ഷെ അതിനെ അന്ധമായി വിശ്വസിക്കാൻ പാടില്ല. പരാതി, കൂടെയുള്ള തെളിവുകൾ, ആവശ്യമെങ്കിൽ പരാതിക്കാരന്റെ മൊഴി, ഇതൊക്കെ മജിസ്ട്രേറ്റ് സ്വതന്ത്രമായി നോക്കണം. അപ്പോ പോലീസിന്റെ ജോലിയും മജിസ്ട്രേറ്റിന്റെ ജോലിയും രണ്ടാണ്? തീർച്ചയായും. പോലീസ് അന്വേഷിക്കുന്നു, വസ്തുതകൾ കണ്ടെത്തുന്നു. മജിസ്ട്രേറ്റ് ആ വസ്തുതകളും നിയമവും വെച്ച് കേസ് മുന്നോട്ടു പോകാൻ മാത്രം കഴമ്പുണ്ടോ എന്ന് പ്രാഥമികമായി തീരുമാനിക്കുന്നു. പക്ഷെ ഒരു സംശയം, പോലീസ് ഇത്രയൊക്കെ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് തരുമ്പോൾ മജിസ്ട്രേറ്റ് വീണ്ടും അതൊക്കെ നോക്കുന്നത് ഒരു ഇരട്ടിപ്പണിയാവില്ലേ? നല്ല ചോദ്യം. പക്ഷെ അങ്ങനെയല്ല. ഇത് ചെക്സ് ആൻഡ് ബാലൻസസിന്റെ ഭാഗമാണ്. പോലീസ് എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. ജുഡീഷ്യറി സ്വതന്ത്രമാണ്. ശരി. പോലീസിന്റെ കണ്ടെത്തൽ പ്രധാനമാണ്. പക്ഷേ ഒരാൾക്കെതിരെ നിയമ നടപടി വേണോ എന്ന് അന്തിമമായി തീരുമാനിക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്കാണ്. മജിസ്ട്രേറ്റ് നോക്കുന്നത് നിയമത്തിന്റെ കണ്ണിലൂടെയാണ്. മജിസ്ട്രേറ്റിന് നിയമപരമായ അതിൽ കഴമ്പുണ്ടെന്ന് തോന്നിയേക്കാം. അതുകൊണ്ട് ഇത് ഇരട്ടിപ്പണിയല്ല, ഒരു സ്വതന്ത്രമായ ജുഡീഷ്യൽ വിലയിരുത്തലാണ്. അപ്പോ സാധാരണക്കാരന് ഇതൊരു വലിയ ആശ്വാസമാണ്, അല്ലേ? പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ലെന്ന് തോന്നുമ്പോൾ കോടതിയിൽ ഒരവസരം കൂടിയുണ്ട്. അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ് കാര്യം. സ്വകാര്യ പരാതി എന്ന സംവിധാനത്തിന്റെ ഉദ്ദേശ്യം തന്നെ അതാണ്. മജിസ്ട്രേറ്റ് ഒരു റബ്ബർ സ്റ്റാമ്പല്ല. ഈ തത്വം, അതായത് മജിസ്ട്രേറ്റിന്റെ ഈ സ്വതന്ത്രമായ വിലയിരുത്തൽ, ഇത് പുതിയൊരു കാര്യമാണോ? ഈ ഹൈക്കോടതി വിധിയിലാണോ ആദ്യമായി പറയുന്നത്? അല്ല. ഇതൊരു വെൽ സെറ്റിൽഡ് പ്രിൻസിപ്പിളാണ്. കാലങ്ങളായി നിലവിലുള്ള ഒരു നിയമതത്വം. ഓക്കെ. ഈ ഹൈക്കോടതി വിധിയിൽ തന്നെ 4 സുപ്രീം കോടതി വിധികളെക്കുറിച്ച് പറയുന്നുണ്ട്. 2004, 2019, 2021, പിന്നെ 2024 വന്ന വിധികൾ. അപ്പോ സുപ്രീം കോടതി പല തവണ ഇത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിധികളും പറഞ്ഞത് ഒരേ കാര്യം തന്നെ. സെക്ഷൻ 190 പ്രകാരം മജിസ്ട്രേറ്റ് സ്വന്തം മനസ്സ് ഉപയോഗിക്കണം. അപ്ലൈ ജുഡീഷ്യൽ മൈൻഡ്.
പോലീസ് റിപ്പോർട്ട് പ്രതികൂലമാണെങ്കിൽ പോലും പരാതിയും തെളിവുകളും നോക്കി സ്വന്തം നിഗമനത്തിലെത്തണം. പോലീസ് റിപ്പോർട്ട് മജിസ്ട്രേറ്റിനെ ബാധിക്കില്ല എന്ന്. എക്സാക്ട്ലി. നോട്ട് ബൈൻഡിംഗ് ഓൺ ദ മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റിന് ആ റിപ്പോർട്ടിനോട് വിയോജിക്കാം. കേസ് മുന്നോട്ട് കൊണ്ടുപോകാം. ആവശ്യമെങ്കിൽ കൂടുതൽ അന്വേഷണത്തിന് വിടാനും പറ്റുമോ? പറ്റും. സെക്ഷൻ 156(3) പ്രകാരം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിടാം. ഇതൊക്കെ മജിസ്ട്രേറ്റിന്റെ സ്വതന്ത്ര അധികാരങ്ങളാണ്. ഇത്രയൊക്കെ വ്യക്തമായിട്ടും സുപ്രീം കോടതി ആവർത്തിച്ചു പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പിന്നെയും ഇത്തരം കേസുകൾ വരുന്നത്? മജിസ്ട്രേറ്റുമാർ എന്തുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും പോലീസ് റിപ്പോർട്ടിനെ മാത്രം ആശ്രയിക്കുന്നത്? വല്ല പ്രായോഗിക ബുദ്ധിമുട്ടും ഉണ്ടാവാം. ഒന്ന്, ജോലിഭാരം. മജിസ്ട്രേറ്റ് കോടതികളിലെ തിരക്ക് നമുക്കറിയാമല്ലോ. ശരിയാണ്. അപ്പോ എല്ലാ കേസിലും ഇത്രയും ആഴത്തിൽ പോകാൻ സമയം കിട്ടണമെന്നില്ല. പിന്നെ ചിലപ്പോൾ നിയമത്തിന്റെ വ്യാഖ്യാനത്തിലുള്ള പ്രശ്നങ്ങളാവാം. അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ടിന് ഒരു സ്വാഭാവിക പരിഗണന കൊടുക്കുന്നതാവാം. പക്ഷെ അതൊന്നും നിയമപരമായ കടമ ഒഴിവാക്കാനുള്ള കാരണമാവുന്നില്ല. അതുകൊണ്ടാണ് ഹൈക്കോടതികൾ ഇടപെടുന്നത്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്കിത് ഒരു ഉദാഹരണത്തിലൂടെ നോക്കിയാലോ? കുറച്ചുകൂടി വ്യക്തമാവുമല്ലോ. ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസാണെന്ന് വെക്കുക. ശരി. പരാതിക്കാരൻ സ്വകാര്യ പരാതി കൊടുത്തു, കുറച്ച് എഗ്രിമെന്റും ഇമെയിലും ഉണ്ട്. പക്ഷെ പോലീസ് നേരത്തെ ഇത് സിവിൽ കേസാണെന്നും ക്രിമിനൽ കുറ്റമില്ലെന്നും പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം? ഓക്കെ, നല്ല ഉദാഹരണം. മജിസ്ട്രേറ്റ് ആദ്യം ചെയ്യേണ്ടത് പരാതി വിശദമായി വായിക്കണം. ഓക്കെ. കൂടെയുള്ള രേഖകൾ, അതായത് എഗ്രിമെന്റ്, ഇമെയിലൊക്കെ നോക്കണം. പിന്നെ സെക്ഷൻ 200 പ്രകാരം പരാതിക്കാരന്റെ സത്യവാങ്മൂലം രേഖപ്പെടുത്തണം. വേറെ സാക്ഷികളുണ്ടെങ്കിൽ അവരെയും. അതെ, സെക്ഷൻ 202 പ്രകാരം അവരെയും വിസ്തരിക്കാം. എന്നിട്ട് ഈ കിട്ടിയ വിവരങ്ങൾ വെച്ച് വഞ്ചന പോലെ ഒരു ക്രിമിനൽ കുറ്റം, അതിന്റെ ഘടകങ്ങൾ പ്രഥമദൃഷ്ടിയാ ഉണ്ടോന്ന് നോക്കണം. ഈ പരിശോധന കഴിഞ്ഞിട്ടേ പോലീസ് റിപ്പോർട്ട് നോക്കാവോ? അതെ, അതിനുശേഷം പോലീസ് റിപ്പോർട്ട് പരിഗണിക്കാം. ഇനി സ്വന്തം പരിശോധനയിൽ ഒരു ക്രിമിനൽ കേസ് ഉണ്ടെന്ന് മജിസ്ട്രേറ്റിന് തോന്നിയാൽ പോലീസ് റിപ്പോർട്ട് എതിരാണെങ്കിൽ പോലും അതിനെ മറികടന്ന് കേസെടുക്കാം. ഓക്കെ. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പോലീസ് റിപ്പോർട്ടിനോട് വിയോജിക്കുന്നു, എന്തുകൊണ്ട് കേസുണ്ടെന്ന് കരുതുന്നു എന്ന കാരണം ഉത്തരവിൽ വ്യക്തമാക്കണം. ഒരു സ്പീക്കിംഗ് ഓർഡർ ആയിരിക്കണം. അല്ലാതെ വെറുതെ പോലീസ് റിപ്പോർട്ട് സ്വീകരിച്ചു എന്നോ തള്ളി എന്നോ എഴുതിയാൽ പോരാ. പോരാ, കാരണം പറയണം. ഇനി അഥവാ മജിസ്ട്രേറ്റ് ഇങ്ങനെ ചെയ്യാതെ നേരെ പോലീസ് റിപ്പോർട്ട് നോക്കി പരാതി തള്ളിയാൽ? അപ്പോ പരാതിക്കാരന് മുകളിലുള്ള കോടതിയെ സമീപിക്കാം. സെഷൻസ് കോടതിയിലോ ഹൈക്കോടതിയിലോ പോകാം. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന കേസിലും അതാണല്ലോ സംഭവിച്ചത്. അതെ, പരാതിക്കാരൻ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി മജിസ്ട്രേറ്റ് ഉത്തരവ് റദ്ദാക്കി വീണ്ടും നിയമപ്രകാരം പരിഗണിച്ച് തീരുമാനിക്കാൻ പറഞ്ഞു. വളരെ വ്യക്തമായി. അപ്പോ ഈ ചർച്ചയുടെ ഒരു ചുരുക്കമെന്താണ്? ചുരുക്കത്തിൽ സെക്ഷൻ 190 പ്രകാരം സ്വകാര്യ പരാതി പരിഗണിക്കുമ്പോൾ മജിസ്ട്രേറ്റിന്റെ പങ്ക് വളരെ വലുതാണ്, സ്വതന്ത്രമാണ്. പ്രാഥമിക കേസുണ്ടോന്ന് തീരുമാനിക്കാൻ സ്വന്തം നിലയിൽ വിലയിരുത്തണം. പോലീസ് റിപ്പോർട്ട് മാത്രം ആശ്രയിക്കാൻ പാടില്ല. ഈ ഹൈക്കോടതി വിധി അതാണ് വീണ്ടും ഉറപ്പിക്കുന്നത്. നീതി ഉറപ്പാക്കുന്നതിൽ ജുഡീഷ്യറിയുടെ ഈ സ്വതന്ത്രമായ പങ്ക് അത്യാവശ്യമാണ്. അപ്പോ നമ്മളെ കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിൽ നിന്നെടുക്കാനുള്ള പ്രധാന കാര്യം, നിങ്ങളൊരു സ്വകാര്യ പരാതി കൊടുത്താൽ അതിന്മേൽ ഒരു സ്വതന്ത്രമായ ജുഡീഷ്യൽ പരിശോധന നടക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് എന്നതാണ്. തീർച്ചയായും. പോലീസ് എന്തു പറഞ്ഞാലും കോടതി നിങ്ങളുടെ ഭാഗം കേൾക്കും, നിയമപരമായി അത് വിലയിരുത്തും എന്നൊരു ഉറപ്പാണ് ഈ നിയമം നൽകുന്നത്. അതെ, അത് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നിലനിർത്താൻ അത്യാവശ്യമാണ്. ശരി. അപ്പോൾ നമ്മൾ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ചിന്തിക്കാനൊരു കാര്യം കൂടി. ഈ പ്രാഥമിക ഘട്ടത്തിൽ, അതായത് കോഗ്നിസൻസ് എടുക്കുന്നതിന് മുൻപ്, മജിസ്ട്രേറ്റിനെ കേവലം പരാതിയും തെളിവും വിലയിരുത്തുന്നതിനപ്പുറം കുറച്ചുകൂടി സജീവമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നല്ല ചോദ്യം. അതായത് പോലീസ് റിപ്പോർട്ടിനെ ആശ്രയിക്കാതെ സ്വന്തം നിഗമനത്തിൽ എത്താൻ ഈ മൊഴിയെടുക്കലിനും രേഖപരിശോധനയ്ക്കും അപ്പുറം എന്തെങ്കിലും ഉപകരണങ്ങൾ മജിസ്ട്രേറ്റിന് നിയമം നൽകുന്നുണ്ടോ? ചില പ്രത്യേക കാര്യങ്ങൾ അന്വേഷിക്കാൻ നിർദ്ദേശിക്കാനോ രേഖകൾ വിളിച്ചുവരുത്താനോ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? നിയമം അതിനെത്രത്തോളം അനുവദിക്കുന്നുണ്ട്? ഇതൊരു ചിന്തയാണ്. അത് നിയമത്തിന്റെ സാധ്യതകളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്.